നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ 53ാമത് 45ാമത് വാർഷിക ദിനമാണ്. അദ്ദേഹത്തിനും അദ്ദേഹം കുടുംബത്തിനും ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസ നേരും. മറ്റൊന്ന്, ചേറ്റൂർ ശങ്കരൻ നായർ, ഇന്ത്യയിലെ ആദ്യത്തെ, ഒരുപക്ഷെ അവസാനത്തെയും AICC പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെയും 92ാമത് ചരമവാർഷിക ദിനമാണ്. ആ ദിനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഭൂമിയുടെ കാര്യം ഇപ്പോൾ തർക്കം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സതീശൻ്റെ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ. സാമാന്യ നില ചിന്തിക്കുമ്പോൾ ബുദ്ധിയുള്ള ഫിലോസഫിസ്റ്റുകളായ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞരായ ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത് ഈ പേപ്പർ പോലെ പരന്നതോ അല്ലെങ്കിൽ ഫുട്ബോൾ പോലെ ഉരുണ്ടതോ അല്ല. പിന്നെന്താണ്, ഒരു ഓവൽ ഷേപ്പ്. നമ്മൾ ഈ തളിയൊക്കെ വന്നിറങ്ങുന്നത് വർക്കും തളി പോലെ, അതിന് ഓവൽ ഷേപ്പാണ് എന്നാണ് അവർ പറയുന്നത്. അത് പരന്നും ഉരുണ്ടും പറഞ്ഞ് കുറേ തർക്കം ഉണ്ടാക്കണ്ട. അതാണ് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് ചോദിച്ചത്. മറ്റൊന്ന്, ഒരു കാര്യത്തിൽ ഈ ട്രംപ് വിരോധികളല്ല, അത് ട്രംപ് അമേരിക്കൻ വിരോധികൾ എന്നല്ല, ട്രംപ് വിരോധികൾക്ക് ആശ്വസിക്കാം. ലോകത്തിൻ്റെ പാഠമാണ്. അതറിയോ, ഇസ്രായേലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഏറ്റവും ഉന്നത അവാർഡ് ഇന്നാൾ നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തല്ലോ അവാർഡ്, അദ്ദേഹം അവിടെ പോയി സ്വീകരിച്ചു. ട്രംപിനാണ് ഇത്തവണ കൊടുത്തത്. കാരണം ലോക യഹൂദന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഏക നേതാവാണ് ട്രംപ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ ആ അവാർഡ് വാങ്ങിക്കുവാൻ ട്രംപിന് സുരക്ഷാ ഭീതി ഉള്ളതുകൊണ്ട് ഇസ്രായേലിൽ വരാൻ പറ്റുന്നില്ല. പിന്നീട് സമയത്ത് വന്ന് വാങ്ങിക്കാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പറയുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക്. അതുപോലെ ചിന്തിക്കുന്ന ലോക ജനതയ്ക്ക് ഒരു ദൃഷ്ടാന്തമുണ്ടല്ലോ. എന്താണത്? ലോക പോലീസ് എന്ന് പറഞ്ഞ് എല്ലാത്തിനും മതിയായവൻ എന്ന് പറഞ്ഞ് നടന്ന അമേരിക്കൻ പ്രസിഡന്റിന് ഇസ്രായേലിൽ പോയി ഒരു അവാർഡ് വാങ്ങാൻ പറ്റാത്തത്രയും സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ അത് ഇറാൻ്റെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അഹങ്കാരം ആർക്കും നല്ലതല്ല. നമ്മളുടെ നാട്ടിൽ ഒരു പ്ലാവിൻ്റെ അല്ലെങ്കിൽ മാവിൻ്റെ കൊമ്പയിൽ മാങ്ങ കൂടുതലുണ്ടായില്ല, ആ കൊമ്പ് താഴുകയാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ട് ഉയരല്ല. അപ്പോൾ നമുക്ക് സമ്പത്തും അധികാരവും വിവേകവും ബുദ്ധിയൊക്കെ ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിനയാന്വിതനായിരിക്കണം. എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ സതീശൻ കാര്യം കുഴപ്പമില്ല, ആൾ കഴിവുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒരു ഞാൻ എന്ന ഭാവത്തിൽ, അത് അദ്ദേഹം അറിഞ്ഞാണോ അറിയാമെന്നറിയില്ല, പക്ഷെ അറിഞ്ഞാലും അറിയാതെയാണെങ്കിലും അങ്ങനെ ഒരു ഭാവം ഉണ്ടെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ആ ഒരു ഭാവം രമേശിനില്ല, ആർക്കില്ല, KC വേണുപോലും ഇല്ല. എന്നുവെച്ചാൽ സതീശൻ മോശമെന്നുള്ള അവസ്ഥയില്ല, അത് ഞാൻ പിന്നീട് പറയാനും കുറച്ച്. അപ്പോൾ അഹങ്കാരം നല്ലതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടിയ ഒരു അവാർഡ് ഇസ്രായേൽ പോലും വാങ്ങിക്കുന്നതിന് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തടോ ട്രംപെ നിങ്ങളുടെ വലിയ ബെഡാ ഹുവത്തോ ക്യാ ഹുവ ജൈസേ ഭേഡ് കഴിച്ചു എന്ന് പറയും പോലെ, എന്താണ് നിങ്ങൾ വലിയെന്ന് പറഞ്ഞ അർത്ഥം? എന്ത് വലിപ്പമുള്ള? ഒരു വലിപ്പമില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും മനുഷ്യൻ ജീവിക്കുക, വിനയം കാണിക്കുക. പ്രത്യേകിച്ച് അധികാരം അല്ലെങ്കിൽ പവർ കൂടുതൽ വിനയം. നമ്മൾ ഒരു റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നോ അത്ര ഉയരത്തിൽ പോകുമ്പോലെ നമുക്ക് സംസ്കാരവും വിവേകവും ബുദ്ധിയും പണവും സമ്പത്തും പവർ കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വിനയാനിതരാകും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു പറയാം. നമ്മൾ SIയുടെ ഓഫീസ് കയറി അയാളിട്ട് വരിട്ടും, നിങ്ങൾ അതേ ബിൽഡിംഗ് തന്നെ മുകളിലുള്ള SP-യുടെ ഓഫീസർക്ക് എത്ര വിനയമായിട്ട് അദ്ദേഹം പെരുമാറും. അദ്ദേഹം കുറച്ചുകൂടി റാങ്ക് ഉയർന്ന നിലവാരമാണ്. അങ്ങനെ വേണം ട്രംപേ. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ബാധകമാണത്, അല്ല ട്രംപിന് മാത്രമല്ല. ഞാൻ സതീശൻ്റെ കാര്യം പറയുമ്പോഴേ 130, 140, ചിലത് 140 കൂടുതലും കിട്ടുന്ന ചില ഭാവന വിദഗ്ധരുണ്ട്. അത് ഞാൻ പറയുന്നില്ല, മണ്ടന്മാരെ കുറിച്ച് പറയുന്നില്ല, ബുദ്ധിജീവികളെ കുറിച്ച് പറയണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് UDF നേതാക്കളും സതീശനൊക്കെ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് അറിയുമെന്നിരിക്കല്ല, നിങ്ങളാരും ചരിത്രം പഠിക്കലല്ലേ, വായിച്ചാലേ കിട്ടുള്ളൂ.
1969 കൊച്ചിൻ കോർപ്പറേഷൻ, 67 കോർപ്പറേഷൻ ആദ്യം വന്നത്. കെ കൃഷ്ണപിള്ളിയാണ് ആദ്യത്തെ മേയർ. അത് കഴിഞ്ഞ് 69 അന്ന് ഇതുപോലെ ഇതിവിടെ 3 നായന്മാർ തമ്മിലാണ് തർക്കമെങ്കിൽ അവിടെ 2 മുസ്ലിങ്ങൾ മാത്രമല്ല, അവർ അളിയനായിരുന്നു, മഹാവിഡ്ഢികൾ. ഒന്ന് ലാല എന്ന് പറയും. ലാല മരിച്ചു, ലക്ഷപ്രഭുവാണ്. ലാലയുടെ സ്ഥലമാണ് ഇപ്പോൾ ചെന്നൈ സിൽക്ക് പറയും. ചെന്നൈ അവിടെ മെട്രോ സ്റ്റേഷൻ സ്ഥലമൊക്കെ പുള്ളിയുടെ കാലം വരെ പട്ടിണി കിടന്ന് പുള്ളി മരിച്ചു. പക്ഷെ കാലം കഴിഞ്ഞാൽ 10-38 പേരെ അവകാശം ഇറക്കുന്നത് മെട്രോ എടുത്തതൊക്കെ. ഓക്കെ. പിന്നെ ആ പുള്ളിയുടെ അളിയാണ് വലിയ വീട്ടിൽ കുട്ടി സാഹിബ് റോഡൊക്കെ ഉണ്ടല്ലേ സാർ? ഉള്ള കുട്ടി സാഹിബ് റോഡിൽ വലിയ വീട്ടിൽ കുട്ടി സാഹിബിൻ്റെ ഒരു മകനാണ് മജീദ് സാഹിബ്. മരിച്ചു. പുള്ളിൻ്റെ വളരെ സുഹൃത്ത. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ഈ പിന്നെ ഈ ന്യൂനപക്ഷ സെല്ലിൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റ് പറ്റും. ഓക്കെ. ഇവർ തമ്മിൽ തർക്കായി ഒരു കണക്ക് ചോദിക്കില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോഴിപ്പുറത്ത് മാധവൻ നായരാണെന്ന് KPC പ്രസിഡന്റ്. പക്ഷേ നെറ്റിലടിച്ച് നോക്കുമ്പോൾ അവരന്ന് പറയുന്നത് അതേപോലെ TK രാമൻ മേനോൻ എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊട്ടെ അദ്ദേഹം അവസാനം പറഞ്ഞ് ഞാനൊരു ലെറ്റർ എഴുതി വയ്ക്കും. ഞാൻ നേരം വെളുത്ത് 10 മണിക്ക് ഓഫീസ് തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ തമ്മിൽ അളിയും തമ്മിൽ ആ കഴിവേടെ മക്കൾ പറഞ്ഞ് പറയല്ലേ. അതുകൊണ്ട് ഒരവസരം കളഞ്ഞ് അവർ എന്താണ് ധാരണ എത്തിയില്ലെങ്കിൽ ഞാനൊരു കവർ എഴുതി വെച്ചിട്ട് പോകും. ആ കവർ പൊട്ടിച്ചിട്ട് അതിൽ പറയുന്ന ആരോ ആ ആൾ മേയറായിരിക്കും. അത് മാധവിയമ്മയായിരുന്നു. ഈ 2 വീട്ടികൾ മരിച്ചു. 2 വീട്ടികൾ ധാരണ എത്തിയില്ല. അങ്ങനെ കളഞ്ഞ അവസാനം മാധവിയമ്മ അന്നത്തെ മേയറായി. അപ്പോൾ ഇവിടെ കോൺഗ്രസ് AICC പ്രസിഡന്റ് ഉൾപ്പെടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ മണ്ടന്മാരായ കോൺഗ്രസ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അത് ഞാനിപ്പോൾ അടുത്തതിൽ കണക്ക് പറയുക. മണ്ടന്മാരായ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയുടെ അംശം അല്പയിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം. ഈ 3 വിഡ്ഢികളായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, ഞാൻ അങ്ങനെ തന്നെ പറയും, എന്നെ തല്ലിക്കൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ MPമാരും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടി ചരട് വലിക്കുമോ? നിങ്ങൾ ചരട് വലിക്കാതെ സുധാകരനൊന്നും പറയില്ലല്ലോ. ഇപ്പോൾ 3 കള്ളന്മാരും ചരട് വലിക്കുന്നുണ്ട്, ശരിക്കും ചരട് വലിക്കുന്നുണ്ട്. അങ്ങനെ ചില 3 ഞാൻ അങ്ങനെ തന്നെ അറിയാം. പഠിക്കാൻ 3 കള്ളന്മാരുടെ AICCയിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇലക്ഷൻ കഴിഞ്ഞ് ഭൂരിപക്ഷം കോൺഗ്രസ് കിട്ടിയാൽ ഒരു നിശ്ചയ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ധാന്യത്തിന് ഏതെങ്കിലും ഒരു കള്ളനായിക്കോ. 3 കള്ളന്മാരോട് കക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ തർക്കം ഉണ്ടാക്കൂല. ഈ 3 കള്ളന്മാരിൽ ഏതൊരു കള്ളനായി നിങ്ങൾ ധ്യാനത്ത് നിങ്ങൾ 3 കള്ളന്മാരും ധാന്യം എത്തിയില്ലെങ്കിൽ AICയുടെ ആ വിവേചനാധികാരം അല്ലെങ്കിൽ എക്സ്ട്രാ പവർ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും, അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയാൻ ചങ്കൂറ്റുണ്ടോ രാഹുൽ ഗാന്ധി? എന്ന് പറയും ചങ്കുറ്റുണ്ടോ മറ്റേ ഗാർഗ്? ചങ്കുറ്റില്ല. ചങ്കുറ്റുണ്ടാണെങ്കിൽ ആ കർണാടകയിലെ ശിവകുമാരെ പോലെ ആളായിരിക്കണം. അവർ ചങ്കുറ്റുണ്ട്. അവർ പറഞ്ഞു ആ ശിവകുമാറാണെന്ന് AIC പ്രസിഡന്റെങ്കിലല്ലോ ഈ സുധീഷനും ഈ KC വേണുപോലെ അനങ്ങൂല. അനങ്ങിയപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തൂല. അങ്ങനെ വേണം, അല്പം ഗുണ്ടായുസം വേണം. ഞാൻ വെറും പാവാണ്, ഗുണ്ടായുസം എനിക്ക് വളരെ പുറകോട്ട. പക്ഷെ എന്നെ പോലെ പോരാ രാഷ്ട്രീയ നടത്തി TH പുസ്താനെ പോലെ ഒക്കെ കരുണാരെ പോലെയൊക്കെ അല്പം ഗുണ്ടായുസം വേണമെങ്കിലേ പറ്റുള്ളൂ. ഇതെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ബുദ്ധിയുടെ അംശം കോൺഗ്രസ്സുകാർക്ക് ഈ ഒരു മെസ്സേജ് AICC പാസ് ചെയ്യാവോ? ഈ 3 കള്ളന്മാരിൽ ഏത് കള്ളൻ താനെ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന ആൾ സമ്മതിച്ചോളണം എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ? തരില്ല. കോൺഗ്രസ്സിന് UDFന് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഭരണം കിട്ടും, ഭൂരിപക്ഷം കിട്ടും 100% എങ്ങനെയാണ് ഉറപ്പ് പറയുന്നത്? ഇപ്പോൾ 110 സീറ്റുണ്ട്. 100+ സതീശൻ പറഞ്ഞത്. സതീശൻ വലിയ ബുദ്ധിജീവിയാണ്. 100+, 110, 132, 138, 140, 150 പകൽ വീട്ടുകളുണ്ട്. ഞാൻ കളിയാക്കിയല്ല പറയാണ്, അത്രയും വീട്ടിൽ കാണിച്ചിട്ടാണ്. എടോ തിരുവനന്തപുരം കോർപ്പറേഷൻ 10 സീറ്റാണ് UDF ഉണ്ടായത്. അവിടെ ഭരിക്കണി 51 സീറ്റ് വേണം. 151 സീറ്റുകൾ വേണം. 101 ഉണ്ട്. അപ്പോൾ 52 സീറ്റ് വേണം. 52 സീറ്റ് കിട്ടണമെങ്കിൽ ഈ നിലവിലുള്ള 10 നിലനിർത്തിക്കൊണ്ട് ബാക്കി 42 സീറ്റ് കൂടി പിടിച്ചെടുക്കണം. വിഡ്ഢികളെ മനസ്സിലാക്കി. ഞാൻ മുരളിയോട് പറയാണ്, വിഡ്ഢി തന്നെ പറയുള്ളൂ.
പിന്നെ എന്താണ് ഇയാളുണ്ടല്ലോ CP ജോണോട് പറയണം, നിങ്ങൾക്ക് മണ്ടന്മാർ തന്നെയാണ്. 42 സീറ്റ് 10 നിലനിർത്തിക്കൊണ്ട് ബാക്കി 42 സീറ്റ് എവിടുന്ന് കിട്ടൂടോ? അത് ചിന്തിച്ചോള്. BJP ഒരു സീറ്റുകൾ കിട്ടില്ല, മാത്രമല്ല 10-15 സീറ്റ് അവർ എടുക്കും. അതിനുവേണ്ടി 15 സീറ്റിൽ 800ഓളം മണ്ഡലം 15 പിന്നെ ഡിവിഷനിൽ 800 സീറ്റ് വോട്ടർമാരുള്ളൂ. അപ്പുറത്തെ സീറ്റിൽ 9,000 പേരെ ഉണ്ട്, 10 ഇരട്ടി. അപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല മാത്രമേ കുറച്ചൊക്കെ പോകും. പിന്നെ ഈ 40 സെൻറ്റ് പിടിച്ചെടുക്കൽ CPM വേണ്ടേ? CPM വേണ്ടത് കിട്ടുമോ? വാസുവിൽ 10 സീറ്റുള്ള നിങ്ങൾ 20 സീറ്റ് ആക്കിയത് വലിയ വാസുവിന് തന്നെ, സംശയമൊന്നുമില്ല. അതാണ് അടിയൊഴുക്ക് മനസ്സിലാക്കണം. അറിവ് മാത്രമേ, തിരിച്ചറിവ് വേണം, ബോധം പോലെ സുബോധം വേണം. അങ്ങനെ ഉണ്ടായതിൽ ഒരു കാരണവശാലും UDFന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കില്ല എന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയും സാമാന്യ ധാരയില്ലാത്ത ഈ പിന്നെ CP ജോണും ഈ മുരളീധരനും, ഇപ്പം മന്ത്രി ചിലപ്പോൾ പറയണത് മുരളീധരനൊക്കെ എങ്ങനെ ഈ രാജ്യത്തെ സംരക്ഷിക്കും, എങ്ങനെ BJPയെ താഴെ ഇറക്കും? പോയിന്റ് നോക്കി കേട്ടോ. ലേറ്റസ്റ്റ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനം ആം ആദ്മി പോകാൻ പോവാണ്. അവിടെ 7 MP-മാർ 10 ഉള്ളതിൽ 7 MP-മാർ BJP ചേർന്ന് ചേരാൻ പോകണം. കാരണം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് 3-1 MLA-മാരോ MP-മാരോ കാല് മാറിയാൽ അത് കാലുമാർ നിരോധനം അനുസരിച്ച് കുഴപ്പമില്ല. പക്ഷെ അതിൽ കുറഞ്ഞാലും കുഴപ്പമാണ്. ഇത് ഒരാൾ പറയും 3-2 ഭാഗം മാറിയാൽ കുഴപ്പമില്ലാന്ന്. അത് ശരി തെറ്റും നിങ്ങൾ അന്വേഷിച്ചോ? അപ്പോൾ പഞ്ചാബ് ഇടം പോകാൻ പോകണം. കർണാടക പിന്നെ മറ്റ് എല്ലാ സ്റ്റേറ്റും കോൺഗ്രസിൻ്റെ മുന്നണിക്ക് പോയി കഴിഞ്ഞു. കേരളത്തിൽ കിട്ടുന്നത് ഉറപ്പില്ല. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെറും 27 സീറ്റ് പോയാൽ പോലും അവർക്ക് 70 സീറ്റ് ബാക്കി കിടപ്പുണ്ട്. 27 സീറ്റൊക്കെ LDF പിടിച്ചെടുക്കാത്ത നിസാര കാര്യമല്ല. സതീശൻജിക്കൊക്കെ എന്ത് കോൺഗ്രസിലെ രാഷ്ട്രീയം പറയുന്നത്, എന്ത് കോൺഗ്രസ് പറയണ്ടോ? സതീശൻജി പ്രതിപക്ഷ നേതാവല്ലേ? നിങ്ങൾക്ക് ബുദ്ധിയുടെയും തന്ത്രത്തിൻ്റെയും യുക്തിയുടെയും എന്തെങ്കിലും ഒരു അംശം ഉണ്ടായതെങ്കിൽ ആ മുരളി വിളിച്ച് പറയണ്ടേ, ട്രിവാൻഡ്രം കോർപ്പറേഷൻ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, അവിടെ നിങ്ങൾ വേറെ കുഴപ്പമുണ്ടാക്കില്ല പറഞ്ഞാൽ ഇന്ന് BJP വേണം പോവോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ BJP വന്നാലും കുഴപ്പമില്ലെന്നല്ലോ മനസ്സിലാക്കേണ്ടത്. ഐ എം സൈക്കോളജി സ്റ്റുഡൻറ്റ്, ഞാനൊരു മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ്. മനഃശാസ്ത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് മനഃശാസ്ത്രന്മാരോട് മനഃശാസ്ത്ര വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് മനസ്സ് അങ്ങനെ തന്നെ വായിച്ചേ പറയുന്നത്. നിങ്ങൾക്ക് അത് 2 കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ അതിബുദ്ധിമാൻ മണ്ട എന്ന് പണ്ട് സിനിമയിൽ പറയും പോലെ, ഒന്നുകിൽ സതീശ നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, KPC പ്രസിഡന്റ് പോട്ടെ, സണ്ണി എന്ന് ആകെ എങ്ങനെ വഴി കിട്ടിയതാണ്, സുധാകരനാണെങ്കിൽ അത് ഓർമ്മയില്ലാത്ത ആളാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ലേ? 56 വയസ്സായിട്ടില്ല നിങ്ങൾക്കുള്ളൂ, 60 നിങ്ങൾ ആ മുരളീധരൻ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ പറയണ്ടേ, മുരളിജി അല്ലെങ്കിൽ മുരളി, നമുക്ക് ഒരു കാരണവശാലും UDFന് ട്രിവാൻഡ്രം കോർപ്പറേഷൻ കിട്ടൂല. കിട്ടാത്ത കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. നിങ്ങൾ ഉപദേശിച്ചോ? നിങ്ങൾ മനസ്സിലാക്കിയോ? ഇല്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഒറ്റ ചിന്തയുള്ളൂ, ഒറ്റ ശ്വാസമാണ്, മുഖ്യമന്ത്രി. എന്നാ കേട്ടോ, നിങ്ങൾ ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ പോകുന്നില്ല കേരളത്തിൽ. സംശയം എഴുതി വെച്ചോ. സതീശൻ കേരളത്തിൽ ഒരിക്കലായി ഇത്തവണ മുഖ്യമന്ത്രി സാധ്യമില്ല. ഞങ്ങളെ മനഃശാസ്ത്ര ഗ്രൂപ്പും സൈക്കോളജിസ്റ്റും പിന്നെ ഫിലോസഫിസ്റ്റും വന്നതാണ്. കാരണം ജനങ്ങളെല്ലാം വിലയിരുത്തുന്നത്, കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്, ഇതുപോലെ ഒരു ചൂടനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നയമില്ലാത്ത ആളെ എങ്ങനെ മുഖ്യസ്ഥാനത്ത് ഇരുത്തും? മറ്റൊരു പിണറായി വരില്ലേ? പിണറായി കളികളുടെ കണ്ടില്ലേ, വീണ് തലയുണ്ടോ? കാരണം ഈ ഒരൊറ്റ പോയി ബുദ്ധിയുള്ള കോൺഗ്രസ്സിൽ ബുദ്ധിയുള്ളവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞു സതീശൻ അൺഫിറ്റാണെന്ന്. എനിക്ക് സതീശോട് ഒരു ഇഷ്ടക്കുറവില്ല. സതീശൻ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഈ 2 പോയിന്റ്, ഒന്ന് വെറും 1000 പോയിന്റ് ആകുമ്പോൾ 2 പോയിന്റ്, ഒന്ന് കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് ആ മൈക്കിന് അടിപിടി ഉണ്ടാക്കിയത്, നിങ്ങളെ പറഞ്ഞ ഭാഷ അനൗൺസ് മൈക്കിൽ ഒന്നുമില്ലേ. മറ്റൊന്ന് ട്രിവാൻഡ്രം കോർപ്പറേഷൻ പിടിക്കില്ല, അത് പൂർണ്ണ ബോധ്യമായിട്ട് നിങ്ങൾ മുകളിൽ പിടിച്ച് BJPക്ക് അനുവദിൽ നിൽക്കാൻ വേണ്ടിയില്ലേ? BJP ആയിട്ട് കയറാൻ വേണ്ടിയില്ല സതീശ. നേരിട്ട് ഉത്തരം പറയണം. ഞാൻ പറഞ്ഞാരാ, നിങ്ങൾ ഭൂമി പരതാന്നൊക്കെ പറഞ്ഞ് ഗുരുകാലുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഇവിടെ കാര്യപ്പിലായിട്ട് നടത്തി, അതൊക്കെ പോട്ടെ. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞത് ഉരുണ്ടുമല്ല പരതുമല്ല, ഒരു ഓവൽ ഷേപ്പ്. അത് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ
5 സീറ്റ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇവർ ബുദ്ധിയില്ലാത്ത മനസ്സിലാക്കുന്ന അതാ പറഞ്ഞത്. കോൺഗ്രസ്സുകാരെ മലയാളികളെ മറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുകൂടി പറയുന്നത്, സംശയം തീർക്കാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കൊന്നത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് തെറ്റാണ്, നിങ്ങളെ തല്ലിക്കൊന്നോ. കാരണം അറിയോ, ആകെ 102 സീറ്റ്, അതിൽ 51 കിട്ടും, 101 സീറ്റ്, 52 കിട്ടും ജയിക്കൽ. അതിനാകെ UDF, കോൺഗ്രസ്സിൽ ആകെ UDF ഒരു 10 സീറ്റുള്ളൂ. ആ 10 സീറ്റ് കഴിഞ്ഞ് ബാക്കി 42 സീറ്റ് കൂടി പിടിക്കണം. 42 സീറ്റ് പിടിക്കണമെങ്കിൽ ഞാൻ ഈ CP ജോൺ കേൾക്കാൻ പിന്നെ രാജേഷോടും വിക്ടറും പറയാണ്, എനിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവില്ല. 42 സീറ്റ് പിടിക്കണമെങ്കിൽ BJP ഒരു സീറ്റ് കിട്ടില്ല, 10-15 സീറ്റ് അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം ആ 15 സീറ്റിലെ ഡിവിഷൻ്റെ വിഭജനം ഉണ്ടല്ലോ, അവർ മാത്രമുള്ള, അവരുടെ കുടുംബക്കാർ മാത്രമുള്ള 15 സീറ്റ്, അവിടെ 800 വോട്ടറുള്ളൂ. അതിനപ്പുറത്തെ വാർഡിൽ 9,000 വോട്ടുണ്ട്, 2,000-9,000 വോട്ട്. ഇത് എന്ത് പകൽക്കൊള്ളിലിടോ? പ്രതിപക്ഷം BJP ആണ്, ഭരണപക്ഷം LDF ആണ്. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ 10 സീറ്റ് ഉണ്ടായല്ലോ, അത് നിങ്ങൾ ചിന്തിച്ചോ? അപ്പോൾ സതീഷ് മനസ്സിലാക്കട്ടെ, ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അടിയൊഴുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ വിളിച്ച് പാടും, ഒരു കാരണം നമുക്ക് കിട്ടില്ല. അവൻ ന്യൂട്രൽ നിൽക്കുകയാണെങ്കിൽ LDF നിൽക്കും, BJP കൊണ്ടുപോകില്ല. അപ്പോൾ BJP കൊണ്ടുപോയിക്കോട്ടെ എന്ന് തന്നെയല്ലേ മനസ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്നും പുണ്യവെള്ളാകണ്ടെന്നേ, നിങ്ങൾക്ക് മനസ്സിലിരിപ്പും ഒക്കെ എന്താണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെപ്പോലെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ മനസ്സെന്ന് പറഞ്ഞത്? ഞാൻ അതേക്കുറിച്ച് 2 വാക്ക് പറയും, എന്നിട്ട് ഞാൻ പോയി അറിയും. അതായത് അപ്പം അങ്ങനെ വരുമ്പോൾ 98 സീറ്റ്, 91 പോയി, പിന്നെ 98, അതിൽ 27 സീറ്റ് പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 70 സീറ്റ് ഭരിക്കാം. 42 സീറ്റുള്ള 1 പോയി നിൽക്കുകയാണല്ലോ, ബാക്കി 41, ബാക്കി 30 സീറ്റ് കൂടി പിടിക്കണം. ഈ 30 സീറ്റ് പിടിക്കുന്നതിൽ നിന്നാണ് BJP പിടിക്കാനൊന്നുമില്ല, അവർക്കൊന്നുമില്ലല്ലോ. പിടിക്കുന്നത് CPM അല്ലേ. CPM-ന്റെ മുന്നണിയിൽ നിന്ന് 30 സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല സതീശൻജി. തന്നെയുമല്ല, നിങ്ങൾ പറഞ്ഞ ഒരു UDF ഇതാണ് മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡൊന്നും ഉണ്ടായിട്ടില്ല. പിണറായി വിജയനോട് സാമാന്യ കേരളത്തെ ചില ആൾക്കാർക്ക് ഇഷ്ടക്കുറവുണ്ട്, സത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു ചില നേതാക്കളോട് അത്ര ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ കുറച്ച് സീറ്റ് കുറയും, അതവർ സമ്മതിച്ചല്ലോ. പക്ഷേ 71 സീറ്റ് കിട്ടിയ പോരെ. പിണറായി വിജയനോടുള്ള വെറുപ്പിൻ്റെ പേരിൽ ഒരു 27 സീറ്റ് പോയാലും ബാക്കി 71 അപ്പോഴും അവർക്ക് കൂടി ഭരിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് കിട്ടുമെന്താണ് 100% ഉറപ്പ്? ഞങ്ങളൊരു ഉറപ്പ് പറഞ്ഞത് ഈ 40% വരുന്ന മുസ്ലിങ്ങളിൽ 97% കൈപ്പത്തി വരുന്ന പാർട്ടി മുന്നണിക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒരു 75 സീറ്റിലടുത്ത് കിട്ടാം. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ UDF ഭരിക്കാം എന്നൊരു ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും കിടക്കാണ്. പക്ഷെ അത് 100% പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഇനി ഞാൻ എൻ്റെ കാര്യം മനഃശാസ്ത്രം എന്ന് വേഗം പറയാം, അത് പറഞ്ഞിട്ട് നിർത്തിയേക്കാം. മറ്റു കാര്യം ഞാൻ ഈ പറഞ്ഞ ഇലക്ഷന് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിന് എങ്ങാനും ഒരു കോണിൽ നിന്ന് നോക്കുന്ന മറ്റൻ കഥ ഇത് കണ്ടു എന്ന് നമ്മുടെ ചങ്ങമ്പുഴ പറഞ്ഞത്. എന്നാ പറഞ്ഞത്? 50 കാലഘട്ടത്തിൽ 1948, 47, 50 50 കാലഘട്ടത്തിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞു, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിന് എങ്ങാനും ഒരു കോണിൽ നിന്ന് നോക്കുന്ന മത്തിന് എന്ത് കണ്ടുവന്നു? അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ് ഈ ലോകഗോളം തിരിയുന്നത്. അത് ഒരു മൂലയിൽ നിൽക്കുന്ന മനുഷ്യൻ എന്ത് കണ്ടു പറഞ്ഞു? അന്ന് സമ്മതിച്ചു. വർഷം 20 കഴിഞ്ഞ് 69 ജൂലൈ 16 ചന്ദ്രനിൽ പോയി ഇറങ്ങി. ആരിറങ്ങി? അപ്പോളോ, അമേരിക്കയുടെ. അത് പോയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ പറഞ്ഞറിയോ? അനന്തമല്ല, അജ്ഞാതമല്ല, അവർണ്ണമല്ല, ഭൂമിയൊക്കെ നമ്മുടെ കൈപ്പിടിയിലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായി പറഞ്ഞു തീർക്കാണ്. വീണ്ടും 10-20 വർഷം കഴിഞ്ഞ് 90 അമേരിക്കയിൽ വോയേജർ പോയി ചൊവ്വയിലേക്ക്. ചൊവ്വയിൽ ചെന്നിട്ട് ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആ മെസ്സേജ് ഭൂമിയിലെത്താൻ 4 മണിക്കൂർ. ഈ മെസ്സേജിൻ്റെ ദൂരം അറിയെങ്കിൽ വോയിസ് ഓഫ് അമേരിക്ക, പിന്നെ റേഡിയോ മോസ്കോ, ഇവരൊക്കെ അവിടെ നിന്ന് പിന്നെ ഒരു ശബ്ദ തരംഗങ്ങൾ ആ നിമിഷം തന്നെ ഇവിടെ നമുക്ക് കേരളത്തിൽ കിട്ടും. 50,000 കിലോമീറ്റർ അകലമുണ്ട്. 50,000 കിലോമീറ്റർ അകലെയുള്ള റേഡിയോ മോസ്കോയിൽ നിന്നും വോയിസ് ഓഫ് അമേരിക്കയിൽ നിന്നും ഒരു റേഡിയോ സന്ദേശം അയച്ചാൽ ആ നിമിഷം നമ്മൾ ഇവിടെ കിട്ടുമെങ്കിൽ ഇതെത്ര 4 മണിക്കൂർ പിടിക്കുമെങ്കിൽ എത്ര അകലത്തിലാണ്.
അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പറഞ്ഞ് ചങ്ങമ്പുഴ പറഞ്ഞ് തന്നെ ശരിയാണ്, അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്യമാണ്. ഇനി മനസ്സിൻ്റെ കാര്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള വസ്തു മനസ്സാണ്, മനുഷ്യ മനസ്സാണ്. അത് അതിൻ്റെ എന്താ കുഴപ്പത്തിൽ ഈ അടിസ്ഥാനമില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ, പക്ഷെ ആ മനസ്സ് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ അന്തരം മനുഷ്യ ശരീരത്തിലുണ്ട്. അതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ റഡാറാണ്. അവൻ നോക്കുന്ന അവൻ്റെ മനുഷ്യൻ്റെ മനസ്സിലേക്കാണ്. അല്ല മൂട്ടിട്ടും മുണ്ടും വട്ടത്താടിയും നമസ്കാര താഴ്മ്പും നെതിയടിയൊന്നും അല്ല. അവൻ നോക്കുന്ന ആ മനസ്സിലേക്കാണ്. മനസ്സ് ഈസ് നോട്ട് ഹാർട്ട്, മനസ്സ് ഈസ് മൈൻഡ്. ആ മൈൻഡിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ റഡാറാണ്, മനുഷ്യനിൽ ബന്ധപ്പെട്ട റഡാറാണ് മനുഷ്യ മനസ്സ്. അതാണ് അത് അപൂർവം ചിലവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ദൈവത്തിന്, പ്രവാചകന്, മുഹമ്മദ് നബി, യേശു ക്രിസ്തു പോലൊക്കെ. കാരണം അവർ അണികളെ കൂടെ നിർത്താൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള വസ്തു ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. പക്ഷെ അതിന് അടിസ്ഥാനമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ചിന്തിക്കാം, റഷ്യയിൽ ചിന്തിക്കാം, ചന്ദ്രനിലൊക്കെ പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേഗതയുള്ള വസ്തു പ്രകാശമാണ്. എന്നാൽ പ്രകാശത്തേക്കാൾ വേഗതയുള്ള വസ്തു കണ്ടുപിടിച്ച് ആലപ്പുഴക്കാൻ ഒരു ക്രിസ്ത്യാനിച്ചാൽ. പക്ഷേ അത് പ്രചാരത്തിൽ വന്നില്ല. മലയാളി ആയതുകൊണ്ടും ഇന്ത്യക്കാരായതുകൊണ്ടും സാഹിബന്മാരോ അല്ലെങ്കിൽ പുറിതമല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോഴും ലോകത്തും അംഗീകരിച്ചിരിക്കുന്നത് പ്രകാശമാണ്. ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 1,76,000 മൈൽ. അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായത് ആധുനിക ശാസ്ത്രം പറയുന്നു. മനുഷ്യവാസം ഉണ്ടായിട്ട് ലക്ഷങ്ങൾ വർഷമായത്, ചുരുക്കി 10 കോടി വർഷമായതാണ് പറയുന്നത്. അപ്പോൾ ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായെങ്കിൽ ഈ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി ഭൂമിയുടെ അങ്ങേയറ്റത്ത്, അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ ഘടകത്തിൻ്റെ അങ്ങേയറ്റത്ത് പുറപ്പെട്ടിട്ട് ഇന്ന് വരെ ഭൂമിയിൽ എത്തിയിട്ടില്ല. അത്ര അകലത്തിലാണ് നക്ഷത്രങ്ങളും മറ്റു ഗ്രഹങ്ങളും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭ്രാന്ത് പിടിക്കാൻ നോക്കും. ഞാനൊക്കെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭ്രാന്ത് മനസ്സ് തെറ്റിപ്പോവും. പെട്ടെന്ന് ദൈവാനുകൾ ഉള്ളതുകൊണ്ട് മനസ്സ് ശാന്തമാക്കി താഴോട്ട് വരും, ഭൂമിയിലേക്ക് വരും. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചോ, മനസ്സ് മാറിപ്പോവും. അത്രയ്ക്കും മഹത്വം ബൃഹത്വമാണ് ഈ ബ്രഹ്മാണ്ഡ ഘടാകം എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ സതീശൻ ജി? പിന്നെന്താണ് രമേഷ് ജി, പിന്നെ നമ്മുടെ വേണുഗോപാൽ ജി? അവിടെ വല്ല വായിക്കോ ചിന്തിക്കോ പഠിക്കോ ഉണ്ടോ ഈ പറയുന്നതല്ലാതെ ഈ കഥ ഇട്ട് നടക്കുമെന്നല്ലാതെ ലോകത്തെക്കുറിച്ചോ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ചോ മനസ്സിരുത്തി വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? എങ്കിലും പണം ഉണ്ടാക്കണം, അത് ഒതുക്കണമെന്നല്ലാതെ ഉണ്ടോ? ഞാൻ പരസ്യമായിട്ട് പറയണത്, വ്യക്തമായിട്ട് പറയാണ്. ഇവർ 3 പേര് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും, ഞാൻ പറഞ്ഞു ഒരാൾ മാത്രമൊന്നുമില്ല, ഇവരാണ് ഇപ്പോൾ രംഗത്ത് വന്ന് അവിടെ വരെ പോയി വന്നത്. എന്നാൽ അത്രയും ബൃഹത്തും മഹത്വമാണ്. ആ ബ്രഹ്മാണ്ഡ ഘടകത്തിൽ താമസിക്കുന്ന ഒരു പൊട്ട് പോലും കഴിവില്ലാത്ത കേവലം 50 വയസ്സ് മാത്രം ശരാശരി ആയുസ്സുള്ള ഞാനും നിങ്ങളും, സതീഷ, ഞാനും നിങ്ങളും ഒന്നുമല്ല ഇവിടെ. നിങ്ങളുടെ ദാർഢ്യമായ രീതിയിൽ നിങ്ങൾ സംസാരമില്ലേ? ചില നിങ്ങളുടെ പ്രവർത്തിച്ചാൽ ആവശ്യം കൊണ്ട് ആർക്കും വെല്ലുവിളിക്കും പോലെ. എന്തിനു വെല്ലുവിളിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ കൊല്ലം ജില്ലയിൽ 42 വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ കല്യാണത്തിന് പോയതാണ്. ബൈക്ക് വെച്ച് 6 മണിക്ക് കല്യാണം, ബൈക്ക് വെച്ച് 7ക്ക് പോരാൻ കാലത്ത് തൊട്ടടുത്ത പറമ്പില വെച്ച് ബൈക്ക് എടുക്കാൻ പോയതാണ്. പാമ്പ് പേടിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ചത്തുപോയി. ഇവിടെ ഇത്രയുള്ള ആയുസ് മനുഷ്യൻ. ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നു, എൻ്റെ തലകറക്കി വീണാൽ പിന്നെ തീർന്നില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഇങ്ങനെയായാലും എങ്ങനെയായാലും തീർന്ന്. അത് ക്ഷണികമാണ് ഈ ലോകം. ഞാനിപ്പോൾ എൻ്റെ ഒരു ആക്റ്റീവ സ്കൂട്ടർ ഒരു 10 വർഷം പഴക്കമുള്ളതാണ്. അത് എഞ്ചിൻ പണിക്ക് കയറ്റി ഒരാഴ്ച ഒരു സുന്ദരമായിട്ട് തന്നു. കുറേ പൈസ ചിലവുണ്ടെങ്കിലും, പക്ഷെ അത്രയും ഗ്യാരണ്ടി ഈ ശരീരത്തിലില്ല. ഈ ശരീരം ഇല്ല പോലെ മോർ ദാൻ 74, 77. അതുകൊണ്ട് ഇല്ല. ഇനി ചെറുപ്പക്കാരെടുത്ത് നോക്കും, 30 വയസ്സുകാരെ എടുത്ത് നോക്കും, അത്രയും ഗ്യാരണ്ടി ഇല്ല. അതായത് മലയാള അക്ഷരത്തോട് ആയാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരം ആയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുത്ത് എയിലാണെങ്കിൽ രണ്ടാമത്തെ ബി ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ചെറിയ ദൂരമുള്ളൂ. അത്രയും പോലും നമുക്ക് നമ്മുടെ ജീവന് ഗ്യാരണ്ടി ഇല്ലടോ. ഞാൻ പണ്ട് പോലെ പറയാം, 62 മുകളിൽ ഒരു സ്കൂട്ടർ നന്നാക്കി കൊടുത്താൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ പുതിയാപ്പിലേക്ക് തരും. അത്ര പോലും ഗ്യാരണ്ടി നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ സ്കൂട്ടർ പറഞ്ഞ് മനസ്സിലാവാത്ത ആക്റ്റീവയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ സതീശൻജി, നിങ്ങൾ ഇത്രയൊന്നും ആവേശം കൊള്ളു, ഇത്ര ബലം പിടിക്കേണ്ട കാര്യമില്ല സാർ. എത്ര നിമിഷമുണ്ട് ഈ ലോകം, ഈ ഭൗതിക ലോകത്ത്. ഞാനും നിങ്ങൾ എത്ര നാളുണ്ടാവും? പ്രത്യേകിച്ച് ഇപ്പോൾ വാക്സിനേഷൻ എടുത്ത ശേഷം 30, 35, 40 വയസ്സുള്ളവർക്ക് പെടുപെടുമെന്ന് മരിക്കാം. അത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ആ പെടുമരണത്തെക്കുറിച്ച് അന്വേഷിക്കുക സാർ. ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു, ഒന്ന് അന്വേഷിക്കുക സാർ. നിങ്ങൾക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. പണ്ടൊക്കെ നമ്മൾ മരിക്കുന്നത്
എനിക്ക് വരുന്ന ആഴ്ച ഒരു മരണമൊക്കെ. ഇത് ദിവസം 8 10 പേരെ വരുന്നത്. അതൊക്കെ ചെറുപ്പക്കാർ. പാമ്പ് പിടിച്ച് മരിക്കുന്ന വണ്ടി അവിടെ അല്ലേ പറഞ്ഞത്. വണ്ടി അതൊക്കെ അത് സ്വാഭാവികമായിട്ട് വരുന്നത്. അല്ലാതെ പെടുമരണം, ദുർമരണം ആത്മഹത്യയൊക്കെ അതുമില്ല. പെടുവഞ്ചൽ പെട്ടെന്ന് മരിക്കുക. അതിൻ്റെ പ്രധാന കാരണം വാക്സിനേഷൻ നടത്തി കഴിയുമ്പോൾ രക്തം കട്ടിയാൻ സാധ്യതയുണ്ട്. കണ്ട് ഒരു അല്പം ഉള്ളെങ്കിലും അത് കോടിക്കണക്കിന് നമ്പർ വർദ്ധിക്കാൻ എൻ്റെ അംശങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയുള്ള ഡോക്ടേഴ്സ് വന്ന് നിങ്ങൾ രക്തം ലൂസാകാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും, ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് എത്ര അങ്ങനെയല്ല ഒരു അരമണിക്കൂറിൽ നല്ലോണം വേർത്ത് രക്തം ഓടണം. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞത് ജീവിത തിരക്കെടുക്ക് നിങ്ങൾ ശരീരം നോക്കണം. അരമണിക്കൂർ വ്യായാമം വേണം. അമിതമായിട്ടല്ല, ഒരു മിതമായ രീതിയിൽ. അല്ലെങ്കിൽ ഡോക്ടർ കണ്ട അല്ലെങ്കിൽ ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം. അതുകൊണ്ട് കൂടിയാണ് ഈ പിന്നെ ടെൻഷൻ ഇത് മരിക്കുന്നത്. അപ്പോൾ ഇത്ര ക്ഷണികമായ ഈ യുഗത്തിൽ, ഈ ലോകത്ത് സതീശൻജി എന്തിനാണ് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത്? നിങ്ങളാണ് കൂടുതൽ മുഖ്യമന്ത്രിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. അതൊക്കെ പാർട്ടി വിരുദ്ധമാണ്. അതെങ്ങനെയാണ്? മോന്തായം വളഞ്ഞാൽ കഴുക്കോല് 56 വളയെന്ന് പറയും പോലെ മോന്തായം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയൊക്കെ അവർക്ക് തെറ്റുപറ്റുന്നു. അവർക്ക് മാത്രമാണോ? ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ മമതാ ബാനർജി, ഈ പിന്നെ സ്റ്റാലിൻ്റെ ഭരണം ഒരു പക്ഷേ ഇത്തവണ ഇലക്ഷൻ കിട്ടുമായിരിക്കും തമിഴ്നാട്. മമതയ്ക്ക് ഒരുപക്ഷെ ചെറിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കും. അടുത്ത പ്രാവശ്യം അപ്പം ബി.ജെ.പി. പോലെ. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയക്കാരാണോ? ഇപ്പോൾ പഞ്ചാബ് പോകാൻ പോകുന്നു. അങ്ങനെ എല്ലാ സ്റ്റേറ്റും ബി.ജെ.പി. എടുക്കുകയാണ്. കാരണം പഞ്ചാബിലെ പല പല എം പിമാരും ED കാണിച്ച് അവർ പിന്നെ നമ്മുടെ 2020 പോയതിൽ പോവുകയാണ്. അവരെ ഭരണം സ്വാധീനം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് അവരെ എടുക്കുകയാണ്. ഇപ്പം മമതയുടെ ഏറ്റവും വലിയ നേതാവ് ഉണ്ടായത് കോടികളിൽ അഴിമതി എടുത്ത ആൾ. ആ അഴിമതി കേസ് വന്നിട്ട് അയാൾ ബി.ജെ.പി. പോയിട്ട് പിന്നെ ഒന്നും കേസില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്താണ്. സോറി, അതൊന്നുമല്ല. ബി.ജെ.പി. വെച്ചുള്ള എല്ലാ പാർട്ടിയായിട്ട് ചേർത്ത് മുന്നണി ഉണ്ടാക്കണം. ബി.ജെ.പി. വെച്ച് ബാക്കി എല്ലാവരും. ഇതിൽ നിങ്ങൾ ആരെങ്കിലും നേതാവാകണം, നേതാവാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ. അതല്ലാതെ മമത ഇട്ട് കൈകാലിട്ടടിച്ചാലും പിന്നെ രാഹുൽ ഗാന്ധി കിടന്ന് ഒച്ചെടുത്താലൊന്നും ബി.ജെ.പി. താഴെ ഇറക്കാൻ പറ്റില്ല. അത്ര കണ്ട് സങ്കീർണമാണ്. അത്ര കണ്ട് പിന്നെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് അവർ അധികാരമൊക്കെ എല്ലാം നൽകും. പണത്തിന് വേണം, ഗുണ്ടായിസം എന്ത് വേണം, എന്തിനോ തയ്യാർ. അപ്പോൾ അവരെ തോൽപ്പിക്കണമെങ്കിൽ ഇപ്പോൾ 33% മാത്രം അനുഭവമുള്ള ബി.ജെ.പിയിൽ നിന്ന് ബാക്കി 67% അനുഭവമുള്ള ആൾക്കാരെ ഒരു സംഘടന ചേർത്ത് മുന്നിലുണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.